ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മൃദുലയ്ക്ക് രാഹുൽ പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിക്കാൻ കഴിയുന്നില്ല കേട്ടോ. അപ്പോൾ രാഹുൽ പറയുന്നുണ്ട്, മൃദു ഞാൻ പറയുന്നത് നീ കേൾക്ക്. സച്ചിയുടെ ഫാമിലി എന്ന് പറയുന്നത് വലിയ ഫാമിലിയാണ്. അവർക്ക് സമ്പത്ത് വല്ലാതെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലക്ഷ്യം UK പോകാനുള്ള ആ ലക്ഷ്യം നിറവേറും. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഇക്കാര്യം ആവശ്യപ്പെടുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ മൃദുല പറയും, ശരി നീ പറയുന്നത് പോലെ ഞാൻ ചെയ്യുന്നു. പക്ഷെ ഒരു കാര്യം ചിന്തിക്കണം. നിന്റെ ഭാര്യ എന്ന് പറയുന്നവൾ ഇപ്പോൾ ലീഗലായി നിന്റെ ഭാര്യ അവളാണ് ആണല്ലോ. അതുകൊണ്ട് ഇന്ദു എന്ന് പറയുന്നവർ സത്യത്തിൽ ഫൂളാണ്. അവളൊരു വിഡ്ഢിയാണ്. അവളെ വിഡ്ഢിയാക്കുകയാണെന്ന് മനസ്സിലായിട്ടും അവൾക്കിത് മനസ്സിലാക്കാനുള്ള കഴിവൊന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവളെ ഇനിയിപ്പോൾ നിനക്ക് സമ്പത്ത് തരുമോ എന്ന് പറയാൻ കഴിയില്ല എന്നൊക്കെ എന്നെ പറയുമ്പോൾ എന്തായാലും കുറച്ച് ദിവസം നമുക്ക് അകന്ന് നിൽക്കാം എന്ന് പറയണ്ട. അങ്ങനെ അവർ ആ തീരുമാനം എടുക്കണം. പിന്നീട് സച്ചിയാണ് കാണിക്കുന്നത്. സച്ചി ഇങ്ങനെ ഇരിക്കുമ്പോൾ സാവിത്രി വന്നിട്ട് പറയാണ്, ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ, നമ്മുടെ മകൻ്റെ കാര്യത്തെ കുറിച്ച് വലിയ ദുഃഖമുണ്ട്. അവൾ മുഖത്തടിച്ചതുപോലെ ഇങ്ങനെ ഒരു സംസാരം പറഞ്ഞില്ലേ, അത് നിന്റെ തോന്നൽ മാത്രം. ഗോകുലിന് എവിടെയോ അവനെ ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണുണ്ട്. ആ പെണ്ണ് സമയമാകുമ്പോൾ അരികത്തോട്ട് എത്തുമെന്ന് പറയുമ്പോൾ എന്നാലും ആ പെണ്ണ് എവിടെയായിരിക്കും എന്നൊക്കെ അങ്ങനെ പറഞ്ഞ ഉടനെ തന്നെ പറയണേ അവൾ എത്തുമെന്ന് പറയട്ടെ. അപ്പോഴാണ് ഇന്ദു അച്ഛ അച്ഛ എന്ന് പറഞ്ഞ് നിലവിളിച്ചു വരുന്നത്. എന്താ അടി എന്ന് ചോദിക്കുമ്പോൾ അതേ ജീവരാജിനെ അടിച്ച ആ വീഡിയോ ഉണ്ടല്ലോ വീണ്ടും വൈറലായിരിക്കുന്നു. എന്താ നീ പറയുന്നത്? ജീവരാജിനെ അടിച്ച വീഡിയോ വൈറലാവുക അതങ്ങനെ അതിലപ്പുറമൊക്കെ ഉണ്ടാവും. അതൊന്നും വിഷയമാക്കണ്ട. അല്ല അച്ഛാ, ഇത് ചില ന്യൂസുകാർ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു വീഡിയോ ഇങ്ങനെ കാണിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ന്യൂസുകാർ പറയുന്നുണ്ട് ഒരു റാങ്ക് ലിസ്റ്റ് ആയ ഒരു ആളെയാണ് ഇങ്ങനെ കോളേജിൽ കയറി അടിച്ചിരിക്കുന്നത് എന്നുള്ള ആ വാക്കുകളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈശ്വര പെട്ടല്ലോ, നമ്മുടെ മകനെ ഇനി രക്ഷിക്കണമല്ലോ, ഇവിടെ വന്ന് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യല്ലോ എന്നൊക്കെ ഇങ്ങനെ സാവിത്രി പറയുമ്പോൾ അവിടെ സച്ചി പറയണം, ശരിയാണ് അതുണ്ടാവും, അതുകൊണ്ട് തന്നെ അവന് പെട്ടെന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞ് ഗോകുലിൽ വിളിക്കാൻ ശ്രമിക്കുന്നു കേട്ടോ. പക്ഷേ ഗോകുലാണെങ്കിൽ യാത്രയിലായിരിക്കും. അതായത് ഈ ഹോട്ടലിലോട്ട് എത്താനുള്ള യാത്രയാണ്. അങ്ങനെ ഗോകുൽ യാത്ര ചെയ്യുമ്പോൾ ഈ ഫോൺ കോൾ ആരുടേതാണെന്ന് നോക്കുന്നുണ്ട്. പക്ഷെ ആ ഫോണ് എടുക്കാതെയും കണ്ട് ഗോകുൽ വീണ്ടും യാത്ര തുടരുന്നു കേട്ടോ. പിന്നീട് കാണിക്കുന്നത് രാഹുലിനെ ഈ പറയുന്ന മൃദുലയാണ്. അവർ രണ്ടാളും ഡ്രസ്സൊക്കെ മാറ്റി പെട്ടി പാക്ക് ചെയ്യുന്ന സമയത്ത് മൃദുല പറയാണ്, രാഹുൽ എന്നാലും എൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നു, എനിക്ക് കുറ്റബോധമല്ല എൻ്റെ മനസ്സ് വല്ലാതെ നീറുന്നു എന്നിങ്ങനെ പറയുന്ന സമയത്ത് എന്തിനാണ് നീ ഇങ്ങനെ മനസ്സ് നീറുന്നത്? അല്ല എൻ്റെ രാഹുലിനെ ഇനി കുറച്ച് ദിവസത്തേക്ക് കാണാൻ പറ്റില്ലല്ലോ, എനിക്ക് കൈവിട്ടു പോകുമോ എന്നൊരു പേടി. എന്താ നീ അവസാന നിമിഷം ഇങ്ങനെയൊക്കെ പറയുന്ന? ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്? രത്ന മേഡം, ഞാൻ ഈ വിവാഹത്തിന് പറയുമ്പോൾ എനിക്ക് സമ്മതമില്ല എന്ന് പലതവണ പറഞ്ഞിട്ടും ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ച് ഈ ഒരു ലക്ഷ്യം വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ സച്ചിയുടെ കയ്യിൽ നിന്ന് പണം കിട്ടിക്കഴിഞ്ഞ് തീർച്ചയായും നമുക്ക് നല്ലൊരു ജീവിതത്തോടു കൂടി മുന്നോട്ട് പോകാം. എന്തോ എനിക്കങ്ങനെ തോന്നുന്നില്ല. എനിക്ക് നിന്നെ പിരിയുമ്പോൾ അതൊരു സങ്കടമുണ്ട്. ഇനിയിപ്പോൾ നിന്നെ കാണാതിരിക്കാൻ എനിക്ക് കഴിയില്ല. ഈ അവസാന നിമിഷം നീ എന്നെ സങ്കടപ്പെടുത്തല്ലേ എന്നൊക്കെ പറയുമ്പോൾ ആരോ ബെല്ലടിക്കുന്നു. ഉടൻ തന്നെ രാഹുൽ വാതിൽ തുറന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഗോകുലിനെ ആയിരിക്കും. ഗോകുലിനെ കാണുന്നതിനോടുകൂടി രാഹുൽ പെട്ടെന്ന് വാതിലടക്കാൻ ശ്രമിക്കുമ്പോൾ ഗോകുൽ വാതിൽ തള്ളി തുറക്കട്ടെ. അത് കാണുന്ന മൃദുല ചോദിക്കാണ്, എന്താടോ താൻ ഈ കാണിക്കുന്ന? ഒരു റൂമിലോട്ട് കയറി വന്ന് ഇടിക്കുന്നോ എന്നിങ്ങനെ ചോദിക്കാൻ. താൻ ആരാടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇവനോട് ചോദിക്കും ഞാൻ ആരാണെന്ന് ഇവൻ പറഞ്ഞു തരും. അപ്പോൾ രാഹുലിനോട് മൃദുല ചോദിക്കണേ ഇതാരാണ്? ഇതാണ് ഗോകുൽ. അപ്പോൾ അത് കേൾക്കുന്ന മൃദുല ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. ഇതേ സമയം എടാ നീ എൻ്റെ പെങ്ങളെ പറ്റിച്ച് നീ എന്തിനാടാ ഇങ്ങനെ ചെയ്ത്? എൻ്റെ പെങ്ങളുടെ കഴുത്തിൽ നീ എന്തിനാടാ ഇങ്ങനെ ഒരു കണക്ഷൻ നിനക്കുണ്ടെങ്കിൽ നീ എന്തിനാടാ എൻ്റെ പെങ്ങളുടെ കഴുത്തിൽ താലി കെട്ടിയത് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അവസാന നിമിഷം വരെ എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് നിൻ്റെ പെങ്ങളെ കല്യാണം കഴിക്കാൻ സാധ്യമല്ലെന്ന്. പക്ഷേ ആ രക്തമാമയുടെ എല്ലാവരും കൂടി എന്നെ മനഃപൂർവ്വം ഇതിലോട്ട് വലിച്ചഴിച്ചതാണ്. എടാ നീ കള്ളം പറയുന്ന? അല്ല കള്ളമല്ല, നിങ്ങളടക്കം നിങ്ങൾ എന്നോട് ചെയ്തത് എന്താണ്? വിവാഹ നിശ്ചയം നടത്തിയിട്ട് പിന്നീട് വിവാഹത്തിൻ്റെ ഡേറ്റ് വരെ ഫിക്സ് ചെയ്തിട്ട് നിങ്ങൾ പിന്നെ വേറൊരു ആളും ആയി ഇന്ദുവിനെ കല്യാണം ഉറപ്പിച്ചപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ പ്രതികാരം, എൻ്റെ മനസ്സിലുണ്ടായ ദേഷ്യം, എൻ്റെ മനസ്സിലുണ്ടായ സങ്കടം അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം. ആ സമയത്ത് എന്നെ സമാധാനിപ്പിക്കാൻ എത്തിയത് ഈ മൃദുവാണ്. ഈ മൃദു ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയണ്ട. അപ്പോൾ ഉടൻ തന്നെ രാഹുലിനോട് ഗോകുൽ പറയണത് എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു, അതൊക്കെ വിട്ടേക്ക്, നിൻ്റെ തീരുമാനം എന്താ മൃദുല എന്ന് മൃദുലയോട് ചോദിക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് തീരുമാനമൊന്നുമില്ല, രാഹുൽ എന്ത് പറയുന്നു ആ തീരുമാനത്തോട് ഞാൻ നിൽക്കുന്നു എന്ന് പറയട്ടെ. അതേസമയം രാഹുലിനോട് നിൻ്റെ തീരുമാനം എന്താ? അപ്പോൾ രാഹുൽ പറയണേ, എനിക്ക് ഇവളെ പെട്ടെന്ന് അങ്ങ് ഒഴിവാക്കാൻ പറ്റില്ല. കാരണം ഞാൻ തളർന്നു കിടക്കുമ്പോൾ എന്നെ ആശ്വസിപ്പിക്കാൻ എത്തിയത് ഇവളാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് എനിക്കൊരു വിട്ടുവീഴ്ച കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കുറച്ച് സമയമെടുക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ഗോകുൽ പറയണേ, ശരി അതുവരെ നീ എൻ്റെ പെങ്ങളുമായി യാതൊരു കണക്ഷനും പാടില്ലെന്ന് പറയണേട്ടാ.
അപ്പോൾ രാഹുൽ പറയുന്നത് ശരിയെന്ന് പറഞ്ഞ് രാഹുൽ ഓക്കെ എന്ന് പറഞ്ഞ് മൃദുലയെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോൾ ഗോകുൽ അവിടെ നിന്ന് ഇറങ്ങുന്നു. ഇതേസമയം സച്ചി ഒരുപാട് തവണ ഗോകുൽ വിളിക്കുന്നുണ്ട്, പക്ഷേ ഫോൺ എടുക്കുന്നില്ല. ഇനി എന്ത് ചെയ്യുന്നു എന്ന് അവർ പറയുന്നു കേട്ടോ. എന്നാൽ ഈ സമയം കാണിക്കുന്നത് വിനയനെയാണ്. വിനയനും ഈ പറയുന്ന ദാസും കൂടി ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിനയനോട് പറയുകയാണ്. അപ്പോൾ വിനയൻ പറയണത് എന്തായാലും ഇതിപ്പോൾ അമ്മാവിന് ഈ പറയുന്ന അച്ഛനോട് പറയണം നല്ലത്, അച്ഛനെ അറിയണം നല്ലത്. അപ്പോൾ ഉടൻ തന്നെ അണ്ണനെ അറിയിക്കണത് എനിക്കുണ്ട്, പക്ഷെ പെട്ടെന്നുള്ള ഷോക്കിൽ അതൊരു ഷോക്ക് തന്നെ ആയിരിക്കും. അപ്പോൾ ഉടൻ തന്നെ എന്തായാലും ഇവിടെ നിന്ന് സച്ചി പോകുമ്പോൾ പറഞ്ഞത് അണ്ണനെ വിളിച്ച് വിവരം അറിയിക്കുന്നല്ലേ, ഒരുപാട് നേരം ഇവിടെ ഇരുന്നു എന്നൊക്കെ ഇങ്ങനെ ദാസാർ പറയുന്നു. പക്ഷേ എങ്കിൽ ദാസാർ ഇത് ഈ പറയുന്ന അച്ഛനെ അറിയിക്കുകയാണ് നല്ലത്, അച്ഛനെ അറിയുന്നതാണ് നല്ലത്. അച്ഛൻ പെട്ടെന്ന് ഈ തൻ്റെ മകൾ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അച്ഛന് ഷോക്കാവും എന്നൊക്കെയാണ് പറയുമ്പോൾ ശരിയാണ്, നീ പറയുന്നതിലൊക്കെ കാര്യമുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ചീരി ചായയുമായി വരേണ്ട, ഇതാ ദാസങ്ങളെ ചായ എന്ന് പറയട്ടെ. അപ്പോൾ ഉടൻ തന്നെ ദാസ് പറയുന്നത് ഞാനല്ലല്ലോ ഇവിടുത്തെ ഗസ്റ്റ് വിനയനല്ലേ എന്ന് പറയട്ടെ. അപ്പോൾ ചീരുവാണെങ്കിലോ അപ്പോൾ തന്നെ വിനയൻ ഇങ്ങനെ കൊടുക്കാനുള്ളൊരു ചാഞ്ചാട്ട് കൊണ്ട് കേട്ടോ. അങ്ങനെ ചീരുവിൻ്റെ മുഖമൊക്കെ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. അങ്ങനെ ചീരു ഇങ്ങനെ ഒരു സ്നേഹത്തോടു കൂടി വിനയന് ഈ ചായ കൊടുക്കണേ, ഇതാ എന്ന് പറഞ്ഞിട്ട് ചായ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ വിനയന് അത് വല്ലാത്തൊരു സന്തോഷമാവാണ്. തനിക്ക് ആദ്യമായി തൻ്റെ ചീരു ചായ ഇതാ എന്ന് പറഞ്ഞ് സന്തോഷത്തോട് ചെറിയൊരു പുഞ്ചിരിയോട് കൂടി തരുമ്പോൾ വിനയൻ സന്തോഷത്തോടു കൂടി വാങ്ങാൻ കേട്ടോ. ഇതേ സമയം വിനയൻ പറയണേ ഇനി എന്തായാലും ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ്, എനിക്ക് ദയുടെ അടുത്തൊന്ന് പോകണം, ആ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കണം. അപ്പോൾ ദാസ് പറയണേ നീയാണ് ആദ്യം മുതലേ തുടക്കം മുതലേ ഇതിനൊക്കെ കിടന്ന് ഓടിയത് എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ ചീരു പറയണേ എങ്കിൽ ഹോസ്പിറ്റലിലോട്ടാണെങ്കിൽ ഞാനും കൂടെ പോയിക്കോട്ടെ ദാസെങ്കിലേ എന്ന് ചോദിക്കാം കേട്ടോ. അപ്പോൾ അത് കേൾക്കുന്ന വിനയന് എന്താ ഇവള് പറയുന്നത്, എൻ്റെ കൂടെ വരാനുള്ള ആ ഒരു ഇതോടുകൂടി വിനയ ഇങ്ങനെ നോക്കുമ്പോൾ ദാസ് പറയണേ ശരി, നീ വിനയൻ്റെ കൂടെ പോകുന്നതിന് എനിക്കെന്താ കുഴപ്പം, യാതൊരുവിധ കുഴപ്പമില്ല, പക്ഷെ ബൈക്കാണ്, അതിൽ പോകുമ്പോൾ നല്ല ശ്രദ്ധിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഓ ഞാൻ ശ്രദ്ധിച്ചോളാം എന്നിങ്ങനെ ചീരു പറയുന്നു. പിന്നീട് ചീരു വിനയൻ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ദാസ് പറയണേ ഈ സമയമാണ് എൻ്റെ അണ്ണൻ ഇവിടെ വേണ്ടത്, പക്ഷേ അണ്ണൻ ഇല്ലാതെ പോയി, എങ്കിലും കൂടി എനിക്കൊരു മരുന്ന് കഴിക്കാനുള്ളത് കൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പോകുന്നു, നിങ്ങൾ സംസാരിക്കുമെന്ന് പറഞ്ഞ് ദാസ് മനഃപൂർവ്വം അവിടെ നിന്ന് അവർക്ക് സംസാരിക്കാനുള്ള ഒരിടം കൊടുത്ത് പോകുന്നു കേട്ടോ. എന്നാൽ ഈ സമയം ചീരു ഇങ്ങനെ വിനയനോട് പറയാണ് ഞാൻ കൂടെയുണ്ട്, ഞാനൊന്ന് ഡ്രസ്സ് മാറട്ടെ. അപ്പോൾ അമ്മയോട് നീ ഇങ്ങനെ ഒരു വാക്കാണ് പറഞ്ഞതെന്ന് കേട്ടപ്പോൾ എനിക്കൊരുപാട് സന്തോഷമായി, ഞാൻ വളരെ നെഞ്ചിടിപ്പോട് കൂടിയാണ് ഇവിടെ നിന്ന് പോയത്, പക്ഷെ എങ്ങനെ ഒരു സന്തോഷ വാർത്ത കേട്ടപ്പോൾ എനിക്ക് പറയാൻ വാക്കുകളില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ചിരി പറയണേ അപ്പോൾ നിങ്ങൾ വല്ലാതെ പേടിച്ചോ, പിന്നെ പേടിച്ചു, എന്തായാലും ഇങ്ങനെയൊക്കെ കുറച്ച് ദിവസം അങ്ങനെ പോവാം, എത്ര നാളും ഇങ്ങനെ പോകാൻ ഞാൻ തയ്യാറാണ്, നീ എന്നെ ചെറുതായി അംഗീകരിക്കുന്നുണ്ടല്ലോ അത് മതി എനിക്ക് എന്നിങ്ങനെ വിനയം പറയുന്നു കേട്ടോ. പിന്നീട് കാണിക്കുന്ന രാമനാഥനെയും ശബരിയെയും രഘുരെയും അമ്പിളിയാണ് കേട്ടോ. അപ്പോൾ രാമനാഥൻ്റെ അരികിലോട്ട് ശബരി ഓടി വരികയാണ്. അപ്പോൾ അനിതയും ഉണ്ട്. അപ്പോൾ ശബരി പറയണം മജിസ്ട്രേറ്റിൽ നിന്ന് ഇങ്ങനെ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്, നമ്മുടെ ദയ ഏത് സമയം നമുക്ക് കാണാൻ, ദയ ഒരു രോഗിയല്ല എന്നുള്ള ആ ഒരു ഇതും എത്തിയിട്ടുണ്ട്, ഏതായാലും ഇനി ദയ ഏത് സമയത്തും കാണാനുള്ള ആ പെർമിഷൻ ഇവിടുത്തെ സൂപ്രണ്ട് തന്നിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇതിനൊക്കെ നന്ദി പറയേണ്ടത് ഈ പറയുന്ന വിനയനാണ് ഇത് തുടക്കം മുതൽ ഇതൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തത്, വിനയനില്ലായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴും തളർന്നിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയട്ടെ. അപ്പോൾ ഈ സമയം അമ്പിളി ഇങ്ങനെ പറയണേ അതൊക്കെ ശരിയാണ്. അപ്പോൾ തന്നെ രാമനാഥൻ പറയാണ് കാണേണ്ടവർ കാണണ്ടേ, ചീരു കാണണ്ടേ, ചീരുവും വിനയനും കൂടി ഒന്നിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അത് നല്ലതായിരിക്കും, അതിന് നിങ്ങൾ മുൻഗണന എടുക്കണം എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ മുൻഗണന എടുക്കാത്തല്ല, അച്ഛനടക്കം അതിന് ചിന്തിക്കുന്നുണ്ട്, പക്ഷേ ചീരുവിൻ്റെ മനസ്സ് മാറണ്ടേ എന്ന് പറയുമ്പോൾ ഇവർ പിറകിലോട്ട് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ചീരുവും വിനയനും ബൈക്കിൽ വന്നിറങ്ങുന്നതായിരിക്കും. വിശ്വസിക്കാനാവാത്ത ആ കണ്ണുകൾ കൊണ്ട് വീണ്ടും വീണ്ടും ആ കാഴ്ച നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ചീരുവും വിനയനും അകത്തോട്ട് കയറി വരുന്നത്. അപ്പോൾ തന്നെ ആഹാ അമ്പിളി ചേച്ചി ഇവിടെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്പിളി ചേച്ചി ദാസങ്ങളുടെ വീട്ടിൽ കയറിയല്ലേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് എനിക്ക് വേറെ വഴി വരേണ്ടി വന്നു, അതാണ് ഇങ്ങനെ പോകുന്നത്, പിന്നെ ദയെ കാണണമെന്നുള്ള ആ ഒരു ആഗ്രഹം ഉണ്ടായി. അപ്പോൾ ശബരി പറയണേ എടാ വിനയ നീനോടൊരു കാര്യം പറയട്ടെ, എനിക്ക് ഇങ്ങനെ ഒരു കാര്യം സാധിച്ചു കിട്ടിയത് നീ കാരണമാണ്, സൂപ്രണ്ടിൽ നിന്ന് ഇങ്ങനെ ഒരു പെർമിഷനും അതുപോലെ തന്നെ ഹൈക്കോടതിയിലോട്ട് കേസും ഇനി ദയൊക്കെ അധികം ഇവിടെ കിടക്കേണ്ടി വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ തളരുമ്പോൾ തളരാതെ എന്നെ പിടിച്ചു നിർത്തിയത് ഈ പറയുന്ന വിനയനാണ് എന്ന് പറഞ്ഞിട്ട് വിനയ താങ്ക്സ് ഉണ്ട്, ഇതിനൊപ്പം നിന്ന് ചീരുവിന് എന്ന് പറയുമ്പോൾ ആഹാ എന്നിട്ടാണ് എന്നോട് മാത്രം നന്ദി പറയുന്നത്, ഈ പറയുന്ന ചീരുവിനോട് പറയണ്ടേ എന്ന് പറയുമ്പോൾ തീർച്ചയായും പറയുമെന്ന് പറയാനായിട്ടാ, എനിക്ക് ആദ്യം പറയേണ്ടത് നിന്നോടാണെന്ന് പറയുന്നു. പിന്നീടാണെങ്കിലോ ചീരു പറയണേ എനിക്ക് എൻ്റെ ദയൊന്ന് കാണണം, ഞാനൊന്ന് കണ്ടോട്ടെ, അതിനെന്താ ഞങ്ങൾ രണ്ടുപേരും പോയി കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് വിനയനും ചീരുവും കൂടി കാണാൻ പോകുമ്പോൾ ദയ ഇങ്ങനെ ചുരുണ്ട് മടങ്ങി കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദയ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അപ്പോൾ രാമനാഥൻ പറയുന്നുണ്ട് എൻ്റെ കുഞ്ഞ് ഇങ്ങനെ ഹോസ്പിറ്റലിൽ
ഭ്രാന്തില്ലാതെയും ഭ്രാന്താശുപത്രി കിടക്കേണ്ടി വന്നില്ല എൻ്റെ മോൾക്ക്, അത് വലിയ കുറ്റബോധം ഞങ്ങളുടെ മനസ്സിലുണ്ട്, നീറുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ അമ്പിളിയോട് പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം ദയ എന്ന് പറഞ്ഞിട്ട് വിനയനും ഈ പറയുന്ന ചീരു ഒരുമിച്ച് ചേർന്ന് നിന്ന് വിളിക്കുന്നത് കാണുമ്പോൾ ദയ ചിരിച്ചും കൊണ്ട് ഓടി വന്നിട്ട്, ഈശ്വര എന്ത് കാഴ്ചയാണ് ഈ കാണുന്നത്, അച്ഛൻ ഇത് കണ്ടാൽ ഒരുപാട് സന്തോഷമാകുമെന്ന് പറയുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്.